ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ഇമേജ് ക്രിയേഷനാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് നമുക്ക് ഏതെങ്കിലും ഒരു ബ്രൗസറിൽ പോവാം. ബ്രൗസറിൽ പോയിട്ട് നമ്മൾ ഒരു ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തിട്ട് റവി REVE റവി AI എന്ന് ടൈപ്പ് ചെയ്യണം. REVEAI റവി AI എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ആദ്യത്തെ റിസൾട്ട് റവി AI. അപ്പോൾ ഓൺലൈൻ ഇമേജ് ജനറേറ്ററാണത്. AI ടെക്നോളജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സംഭവമാണ്. സംഭവം സിമ്പിളാണ്. നമുക്ക് ലോഗിൻ കാര്യങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട, നമ്മളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട. ഒരു ദിവസം എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് വേണ്ട പ്രോംപ്റ്റ് മാത്രം, അതിന് വേണ്ട നമുക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രോംപ്റ്റ് മാത്രം ഈ കോളത്തിൽ ഈ വലിയ സ്ക്വയറിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡിസ്ക്രൈബ് വാട്ട് യു വാണ്ട് ടു സീ എന്ന് എഴുതിയിരിക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ പ്രോംപ്റ്റ് എഴുതി കൊടുക്കുക. പിന്നെ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് വ്യൂ ആണ്, ആസ്പെക്റ്റ് റേഷ്യോ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ താഴെ നമുക്ക് 1.1 ആണോ 3.4 ആണോ 4.3 ആണോ അങ്ങനെ എല്ലാ റേഷ്യോ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അതിൻ്റെ സൈസ് ഏകദേശം കൊടുത്തിട്ടുണ്ട്. റേഷ്യോ അറിയാത്തവർക്ക് അതിൻ്റെ ആ സൈസ് മനസ്സിലാക്കിയിട്ടും നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിപ്പം 9.16 ആണ് കൊടുക്കുന്നത്, 9.16 കൊടുക്കുന്നത്. അതിൽ കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. നമുക്കിപ്പോൾ ഒരു എയർപോർട്ട് കൊടുക്കാൻ വേണമെങ്കിൽ ഒരു എയർപോർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. എയർപോർട്ട് വിത്ത് ഫ്ലൈറ്റ് FLIGHT ഫ്ലൈറ്റ്, എയർപോർട്ട് വിത്ത് ഫ്ലൈറ്റ് ആൻഡ് പാസഞ്ചേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത്രയും വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു ഇമേജ് ഞാൻ കൊടുക്കുകയാണ്. നമുക്കങ്ങനെ എന്ത് പ്രോംപ്റ്റ് വേണോ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ ജനറേറ്റ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. കൂടുതൽ സമയമൊന്നുമില്ല, 1 മിനിറ്റിന് താഴെയൊക്കെ ആവുള്ളൂ. അത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇത് തീർച്ചയായിട്ടും മൊത്തം ഫ്രീ ആണ്. എത്ര എണ്ണം, ഒരു ദിവസത്തിൽ എത്ര എണ്ണം വേണമെങ്കിലും നമുക്കിതിനകത്ത് ഡെയിലി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഈ വെരിഫൈയിങ് എന്നുള്ള ഒന്ന് കാണിക്കും. ആ വെരിഫൈയിങ് എന്നുള്ളത് കാണിച്ചതിന് ശേഷം നമുക്ക് അവിടെ ആ ഒരു ഇമേജ് ഇവിടെ ക്രിയേഷൻ ആവും. എയർപോർട്ട്, ഫ്ലൈറ്റ് ആൻഡ് പാസഞ്ചേഴ്സ് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ആ ഇമേജ് അവിടെ ക്രിയേഷനായി നമ്മൾ കൊടുത്ത ആ റേഷ്യോയിൽ ക്രിയേറ്റ് ചെയ്യും. ഇതൊരു എയർപോർട്ട്. നമുക്ക് കുറച്ച് വിശദമായിട്ട് റൺവേ കാണണം, അല്ലെങ്കിൽ അങ്ങനെ എന്താക്കി കാണണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്താൽ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇമേജ് ഇവിടെ ക്രിയേഷൻ ആവും. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമുക്കിനി വേറെ എന്തെങ്കിലും കൊടുക്കാം. നമുക്കിനിയിപ്പം എന്താണ് കൊടുക്കുന്ന, കേരള റോഡ് ആൻഡ് വെഹിക്കിൾസ് എന്ന് കൊടുത്തിട്ടുണ്ട്. വെഹിക്കിൾസ് ഇൻ റഷ് ഏരിയ എന്ന് കൊടുക്കാം. റഷ് ഏരിയ ജസ്റ്റ് ഇത്ര മാത്രം കൊടുത്തു. ഇനിയിപ്പോൾ വേറെ ഒരു മോഡലിൽ കൊടുക്കാം. 4.3 കൊടുത്തു. നമ്മൾ വെരിഫൈ ഹ്യൂമൻ കൊടുത്തിട്ടുണ്ട്, അതൊരു വെരിഫൈ കൊടുക്കണം. പിന്നെ നമ്മൾ ജനറേറ്റ് കൊടുക്കുമ്പോൾ ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഇത് ക്രിയേറ്റ് ആവാനുള്ള ഒരു ഇതിങ്ങനെ കാണിക്കും. കുറച്ച് സമയത്തിന് ശേഷം അത് അവിടെ വരും. കൂടുതൽ സമയമൊന്നും എടുക്കില്ല. നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള പല ഗൂഗിളിൻ്റെയൊക്കെ പലതും ഉണ്ട്. പക്ഷേ അതിലൊക്കെ കുറേ ഒരു ദിവസം ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ചെറിയ കണ്ടീഷൻസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് കണ്ടീഷൻസ് ഇല്ല, എത്ര വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാം. അത് നമ്മൾ ഇതിനകത്ത് ലോഗിൻ കാര്യങ്ങളോ നമ്മളുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കേണ്ടതുമില്ല. അതുകൂടാതെ നമുക്ക് ഇതിനകത്ത് ജനറേറ്റ് ആവുന്ന ഇമേജ് നമുക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള കുറച്ച് വേർഡ്സാണ് കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ കേരള റോഡ് ആൻഡ് വെഹിക്കിൾസ് ഇൻ റഷ് ഏരിയ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് മാച്ച് ആവുന്ന ഇതിന് പോയിട്ട് പല സംഭവങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം കൊണ്ടുവരുന്നുണ്ട്. കേരള എന്ന് ഉദ്ദേശിച്ചപ്പോൾ കുറച്ച് തെങ്ങ് കാര്യങ്ങൾ നമ്മൾ കൊടുത്ത ആ റേഷ്യോയിലാണ് ഇവിടെ സാധനങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അതിൻ്റെ കാറ്, കുറച്ച് വണ്ടികൾ, റോഡ്, അങ്ങനെ എല്ലാം വന്നിട്ടുണ്ട്. അതും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇമേജാണ് ഇവിടെ ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ
ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ താഴെ കൊടുത്തിരിക്കാം. ഓക്കെ, ബൈ ബൈ.